നമസ്കാരം കേട്ടോ. നമ്മുടെ മലയാള സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടിട്ടേ കുറച്ച് വാർത്തകളൊക്കെ കഴിഞ്ഞ മണിക്കൂറുകളായിട്ട് പുറത്തു വരുന്നുണ്ട്. കൊച്ചിയിൽ നടന്ന ഒരു ഹോട്ടൽ റെയ്ഡിനിടെ ഷൈൻ ടോം ചാക്കോ എന്ന് പറഞ്ഞ നടൻ്റെ പേര് രജിസ്റ്ററിൽ കണ്ടപ്പോൾ തെരഞ്ഞു വന്ന പോലീസിനെ പറ്റിച്ചുകൊണ്ടേ അയാൾ സിനിമാ സ്റ്റൈലിൽ രക്ഷപ്പെടുണ്ടായി. അയാൾ ഇതുവരെ കേരള പോലീസിനെ പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. വളരെ നല്ല കാര്യമാണ്. കേരള പോലീസിൻ്റെ തൊപ്പിയിലെ പുതിയൊരു പൺതോലും കൂടി ചേർക്കപ്പെട്ടിട്ടുണ്ട്. നല്ല കാര്യം. പിന്നെ ഇതേ ഷൈൻ ടോം ചാക്കോയിൽ നിന്ന് ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ശ്രീമതി വിൻഷി അലോഷ്യസ് എന്ന് പറഞ്ഞ നടി മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഹഫീവ് മലബാർ എന്ന് പറഞ്ഞ ഒരു നിർമ്മാതാവ്, അദ്ദേഹം ശ്രീനാഥ് വാസിയുടെ പേരും പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. വളരെ നല്ല കാര്യം. സാധാരണയായിട്ട് പ്രമുഖ എന്നുള്ള പേരുകളൊക്കെയാണ് പുറത്തു വരാറുണ്ടായിരുന്നത്. അതിൽ നിന്നൊക്കെ മാറ്റം വന്നുവല്ലോ. അപ്പോൾ എന്തു തന്നെയായാലും ഈ പുറത്ത് പേര് വന്ന സമയത്ത് തന്നെ ഈ പേരുകളിലെ ആളുകളെ ന്യായീകരിച്ചുകൊണ്ട് കുറച്ച് ആളുകളും കൂടി വന്നിട്ടുണ്ട് മുന്നോട്ട്. വളരെ നല്ല കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ തെറ്റിനെ ന്യായീകരിക്കാനും ആളുകൾ വേണമല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നപ്പോൾ സിനിമാ സംഘടനകളൊക്കെ ശക്തമായിട്ടുള്ള നടപടികളൊക്കെ ഇത്തരക്കാർക്കൊക്കെ എതിരെ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അവരെയൊക്കെ വിലക്കും, അവരുടെ കാര്യങ്ങളൊക്കെ തീരുമാനം ഉണ്ടാക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വന്നിട്ടുള്ളത്. അതിൽ AMMA വന്നിട്ടുണ്ട്, അതേമാതിരി നിർമ്മാതാക്കളെ സംഘടന വന്നിട്ടുണ്ട്, ഫിലിം ചേംബർ വന്നിട്ടുണ്ട്. എന്തായാലും വളരെ നല്ല കാര്യം. അതുപോലെ തന്നെ ഇത്രയും കാര്യങ്ങളൊക്കെ നടന്നപ്പോൾ സർക്കാർ മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇവരൊക്കെ തക്കതായ ശിക്ഷ നൽകും എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ നല്ല കാര്യം. പക്ഷേ ഇതൊക്കെ ജനങ്ങളെ കണ്ണുപൊടിയിടാൻ മാത്രമേ ഉള്ളൂ. കാരണം ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഇവരൊക്കെ സെലിബ്രിറ്റികളാണല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ തെറ്റുകുറ്റങ്ങളെ കണ്ണടച്ച് പ്രോത്സാഹിപ്പിക്കാൻ ഇവിടുത്തെ സർക്കാരും നീതിന്യായ നിയമ സംവിധാനങ്ങളൊക്കെ വളരെയധികം നല്ല ശുഷ്കാന്തി കാണിക്കുമെന്നുള്ളത് എനിക്കറിയാം. അതൊക്കെ അങ്ങനെ തന്നെ നടന്നു പോട്ടെ. കാരണം സെലിബ്രിറ്റികളല്ലേ, ശിക്ഷിക്കാൻ പാടില്ല. മാത്രമല്ല ഇവരെ ഇതൊക്കെ തുടർന്നു കൊണ്ട് പോകണം. കാരണം ഇവരെയൊക്കെ അനുകരിക്കുന്ന ഒരുപാട് ജനത നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ. അവർക്കൊക്കെ പ്രോത്സാഹനം നൽകിക്കൊണ്ട് ഈ പറഞ്ഞ ആളുകളും അല്ലെങ്കിൽ ഇതുപോലെയുള്ള മറ്റാളുകളൊക്കെ ഇത്തരത്തിലുള്ള പ്രവർത്തികളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം. സമൂഹത്തിന് അത്തരത്തിലുള്ള നല്ല നല്ല സന്ദേശങ്ങൾ നിങ്ങൾ നൽകണം എന്ന് മാത്രമേ ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കുന്നുള്ളൂ. എന്തുതന്നെയായാലും പ്രമുഖ എന്നുള്ള പേരുകളൊക്കെ മാറിയിട്ട് ആളുകളുടെയൊക്കെ പേരുകൾ പുറത്തു വരാൻ തുടങ്ങിയ തന്നെ വളരെ നല്ല കാര്യം. എന്തായാലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനിയും നമ്മുടെ നാട്ടിൽ ആവർത്തിക്കട്ടെ എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഞാൻ പറഞ്ഞു വയ്ക്കുന്നുള്ളൂ. എല്ലാവർക്കും നന്ദി, നമസ്കാരം.